നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണുമായിട്ടുള്ള നിങ്ങൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറിയ പെരുന്നാളാണ്. അപ്പോൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. വൈകുന്നേരമായി എന്നാലും. അപ്പോൾ 1, 2, 3 ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയാണ്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ഇത് നമ്മൾ നോക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്. അടുത്ത ചോദ്യം, ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് വന്നത്. മൂന്നാമത്തത്, നിങ്ങളോടുള്ള ഇവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്. പിന്നെ ഇവരുടെ ഉദ്ദേശം എന്താണ്. പിന്നെ ഇവർ നിങ്ങളുമായിട്ടൊരു ഭാവി ഫ്യൂച്ചർ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തോളൂ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. ഭഗവാനെ, ഓക്കെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റി വയ്ക്കുന്നു. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം നിങ്ങൾ ഈ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ എന്താണ് അറിയേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ അവർ ഈ റീഡിങ്ങിനെ കുറിച്ച്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ അവരുടെ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ എന്താണ് അറിയേണ്ടത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലതിരിഞ്ഞ് നിൽക്കുന്ന പോലെ അല്ലേ. ചേടാ, ഇതുണ്ടോ പിടിച്ചതിൻ്റെ കുഴപ്പമാണ്. ആർക്കറിയാം, ചില സമയത്തെ മൊത്തം റിലേ പോവും. റീഡിങ് എടുക്കാൻ തുടങ്ങുമ്പോൾ എനർജി കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സ്കാറ്റേർഡ് ആയിരുന്നു ചില സമയത്ത്. ഭഗവാനെ, ഭഗവാനെ, ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ ഇപ്പോൾ എന്താണ് അറിയേണ്ടത്. ഭഗവാനെ, നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ അറിയാനുണ്ടോ, പറയാം. ഇത്രയും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമുക്കെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്നാണ് യൂണിവേഴ്സിൻ്റെ ആഗ്രഹം. ഓക്കെ, അറിയാം. ഒന്നാമത്തെ കാർഡ് നന്ദിയാണ്. നന്ദി എന്ന് പറഞ്ഞാൽ ക്ഷമ. അപ്പോൾ തിരിഞ്ഞ കാർഡുകൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നന്ദി എന്ന് പറഞ്ഞാൽ ക്ഷമ. പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വൽ ആവണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ്, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ശാന്തത ഉണ്ടെങ്കിൽ അത് വരാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ മുമ്പുള്ള